Hi friends, ഇന്ന് ചെയ്യുന്നത് ഒരു ഈസി സ്നാക്ക് ആണ് ട്ടോ. അതിനു മുമ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെയുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ കൂടി ഒന്ന് സെലക്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഈ സ്നാക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് സോയ ചങ്ക്സ് വേണം. ഇനി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇത് മുഴുവനായിട്ട് നനയുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ചു വെക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. സോയ ചങ്ക്സ് എല്ലാം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം എല്ലാം ഒന്ന് പിഴിഞ്ഞിട്ട് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. എല്ലാം ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതങ്ങ് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ കടലപ്പൊടി ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. പിന്നീട് 1 ടേബിൾ സ്പൂൺ മൈദ പൊടി ചേർത്ത് കൊടുക്കുക. ഇനി വേണ്ടത് മുളക് പൊടിയാണ്. അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. പിന്നീട് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ കുറേശ്ശായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർക്കുമ്പോൾ കൂടി പോകരുത്. ഒന്ന് നനഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. മിക്സ് ചെയ്യുമ്പോൾ ഈ സോയ ചങ്ക്സിൻ്റെ ഉള്ളിലേക്ക് ഈ മസാലയൊക്കെ ഒന്ന് എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. പിന്നീട് ഇതിലേക്ക് ഒരു ടീസ്പൂണ് നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യുക. ഇതിപ്പോൾ തന്നെ വേണമെങ്കിൽ ഫ്രൈ ചെയ്യാം കേട്ടോ. സമയമുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്താലും മതി. മീഡിയം ഫ്ലെയിമിൽ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കുക. എല്ലാ സൈഡും ഒരുപോലെ മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നല്ല ക്രിസ്പി ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് കോരാനാവുന്ന ടൈമിൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് കറിവേപ്പില ഒന്ന് ഫ്രൈ ആയി വന്നാൽ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ളത് കൂടി നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കേട്ടോ.